വന്യജീവി ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ വിജയകുമാർ, ഇത്തരത്തിൽ ഒരു വളരെ ദുഃഖകരമായ വാർത്ത ഇന്നലെ വലിയ രീതിയിൽ അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും കൂടുതൽ സമയം ആ വാർത്തയിൽ തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു. ഒരു ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു, ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി എന്നുള്ളത്. പിന്നീട് അത് വളരെ ശാന്തനായി തുടരുകയുമായിരുന്നു. രാത്രിയോടെ അതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ചരിഞ്ഞു എന്ന വാർത്ത വരുന്നു. എന്താണ് കാരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂവെങ്കിലും താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആന ഡാർട്ടിങ് ചെയ്യുക എന്നുള്ളതിൽ എപ്പോഴും റിസ്ക് ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഡാർട്ടിങ് എന്ന് പറയുന്നത്. പല ക്രൈറ്റീരിയകളും ഉള്ളതാണ്. അതിന് കൊടുക്കുന്ന മരുന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ ഒരു മനുഷ്യന് അനസ്തീഷ്യ കൊടുക്കുന്ന പോലെയല്ല, ഇത് ട്രാങ്കുലൈസ് ചെയ്യാണ്, പൂർണ്ണമായിട്ടും അതിനെ മയക്കുന്നില്ല. അപ്പൊ അതിന്റെ ഡോസുകളൊക്കെ തീരുമാനിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അതൊക്കെ ചെയ്യുന്നതിൽ എപ്പോഴും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അത് എത്ര വലിയ വിദഗ്ധം ചെയ്തു കഴിഞ്ഞാലും അതിലൊരു റിസ്ക് ഉണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സാധ്യത എപ്പോഴും ഉള്ളത് തന്നെയാണ്. അതായത് 100 ആനകളെയും ഡാർട്ട് ചെയ്യുമ്പോൾ 100ഉം സക്സസ് ആയിട്ട് അതിനൊരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റണമെന്നില്ല. അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആണത്. രണ്ടാമത്തത്, ആനയെ കൊണ്ടുപോകുന്നത്, നമ്മൾ ഡാർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതും എത്ര പെട്ടെന്ന് നമ്മൾ ഡാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്നും ആനയെ നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ നമുക്കറിയാം, ഹൈപ്പർഡെർമിയ, അതായത് ചൂട്, ഇതിനെ നിയന്ത്രിക്കാൻ ചെവി ആട്ടിയിട്ടാണ്. അതിനുള്ള ചെവിയൊക്കെ ആട്ടാതെ അങ്ങനെ നിൽക്കുക, അപ്പോൾ ആവശ്യത്തിന് തടുപ്പിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെയുള്ള. അതേപോലെ തന്നെ ഇതിന്റെ ഹാർട്ടിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവും. അത് മോണിറ്റർ ചെയ്തുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ് ഡാർട്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴൊക്കെയും എങ്ങനെ എത്ര വിദഗ്ധനായി ചെയ്താലും അതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. നമുക്ക് 100% സക്സസ് ആകുന്ന ഒരു ഇതും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതും ഒരു ഘടകമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനയെ ഒരു വളരെ ജനങ്ങൾ സാന്ദ്രത കൂടിയ ഒരു സ്ഥലത്ത് നിന്നും വളരെ പെട്ടെന്ന് നീക്കം ചെയ്യുക, അതിനുള്ള ഒരു പ്രഷർ കൂടിയുണ്ട്. മാധ്യമങ്ങൾ അടക്കം കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്. ആൾക്കാർ മുഴുവൻ ഇത് ഒരു തീരുമാനം എടുക്കുന്നതിനും ഒക്കെയുള്ളത് മുകളിൽ നിന്നുള്ള പ്രഷറുകൾ ഈ സംഘത്തിന് എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. അതിനുള്ള സമയം, ആവശ്യമായിട്ടുള്ള സമയം എടുക്കണം, കൃത്യമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഡാർട്ട് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നതിൽ പൂർണ്ണമായിട്ടും അവരുടെ ഇഷ്ടത്തിന് നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവും. അതായത് വേറെ മാർഗമില്ലാതെ, അതായത് നഗരത്തിന്റെ അടുത്ത് 144 പ്രഖ്യാപിക്കുന്നു. വീണ്ടും സത്യത്തിൽ ഇന്നലെ അനുകൂലമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി മാറ്റിക്കൊണ്ട് രാവിലെ അതിനെ ഡാർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ പ്രഷർ ചെയ്തുകൊണ്ട് തന്നെ പറ്റുപോലും ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ വിജയകുമാർ, കൃത്യമായിട്ടുള്ള കാരണം നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത്, ഇതിനു മുമ്പ് തന്നെ വേറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഡാർട്ട് ചെയ്തപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ശേഷം എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നോ, ആന വളരെ സൈലന്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതിലൊരു കാരണം ഉണ്ടാവും. ആന ബേസിക്കലി എന്തോ ഉണ്ടായിരുന്നു നമുക്കറിയില്ല. അത് പല ഘടകങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഇപ്പൊ ആനയെ പറ്റിയിട്ട് സംസാരിക്കേണ്ട, ആനയുടെ ബയോളജി പൂർണ്ണമായിട്ടും അറിയുന്ന ആളുകളാണ് വേണ്ടത്. നമ്മള് പുറമെ നിന്നുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കൃത്യമായിട്ട് ആനയുടെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചറുകളും അതിന്റെ ഫിസിയോളജിക്കൽ ഫംഗ്ഷനുകളും ഒക്കെ പൂർണ്ണമായിട്ട് അറിയുന്ന ആൾക്കാർ, വിദഗ്ധന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അവര് ഡിസ്കസ് ചെയ്യുകയും അതേപോലെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതും വീണ്ടും വീണ്ടും ഇതേപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾക്ക് ഈ ആന മാത്രമല്ല, കടുവകളും കരടികളും ഒക്കെ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അപ്പോഴെടുക്കുന്ന തീരുമാനങ്ങളല്ല, കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോള് നമുക്ക് ആ കാര്യങ്ങളെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെയും ഗവൺമെന്റിന്റെയും അതേപോലെ ജനപ്രതിനിധികളുടെയും പ്രാദേശിക സർക്കാരിന്റെയും ഒക്കെയുള്ള ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പ്രോട്ടോകോള് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത് നമ്മൾ ഇനി ഉണ്ടാക്കിയേ പറ്റൂ. അതിൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ തീരുമാനങ്ങൾ, അതേപോലെ ആനപ്രേമികൾ അല്ലെങ്കിൽ കടുവ പ്രേമികൾ അല്ലെങ്കിൽ പരിസ്ഥിതിവാദികൾ അവരുടെയൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും എല്ലാ തരത്തിലുള്ള പ്രഷറുകളുടെയും മുകളിലല്ല തീരുമാനിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം, എങ്ങനെ ഡാർട്ട് ചെയ്യണം, എത്ര പെട്ടെന്ന് തീരുമാനം എടുക്കണം എന്നൊക്കെയുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചതിന്.